ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും H4 ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം ഈ അറിയിപ്പ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യതയുള്ളതും അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തതും ആയിരിക്കണം. ഇന്ന് ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും വളരെ പ്രധാനപ്പെട്ട രേഖകൾ എല്ലാം തന്നെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചതാണ്. ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, RC ബുക്ക്, ലൈസൻസ് തുടങ്ങി ഏതൊരു കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോഴും അവർ ആദ്യമേ ആവശ്യപ്പെടുന്നത് ആധാർ കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യതയാർന്നതും അതുപോലെ തന്നെ അത് ഗവൺമെൻറ് പറയുമ്പോൾ എല്ലാം തന്നെ പുതുക്കുകയും അതിൻ്റെ അപ്ഡേഷൻ നടത്തുകയും വേണം. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആധാർ കാർഡിൻ്റെ അതോറിറ്റി. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓരോ പൗരനും തനതായ 12 അക്ക നമ്പർ നൽകിയിട്ടുണ്ട്. 10 വർഷം മുൻപ് ആധാർ കാർഡ് എടുത്തവരും എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ സൗജന്യമായി ഇത് ചെയ്യാവുന്നതാണ്. UIDAI പോർട്ടൽ വഴിയും ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രം സന്ദർശിച്ചും ഇതും ഓൺലൈനായി ചെയ്യാവുന്നതാണ്. പേര്, വിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ലിംഗം, ജനനതീയതി തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾക്ക് പുറമെ ആളുകൾക്ക് അവരുടെ നിലവിലുള്ള കാർഡുമായി പുതിയ വിരലടയാളം, അതുപോലെ തന്നെ കണ്ണിൻ്റെ രേഖയായ ഐറിസ് തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതുക്കിയ വിവരങ്ങളുടെ തെളിവായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കേണ്ടതുണ്ട്. മാർച്ച് 14 വരെയായിരുന്നു സൗജന്യമായി ആധാർ കാർഡ് പുതുക്കുന്നതിനുള്ള സമയപരിധി. എന്നാൽ ഇപ്പോൾ സൗജന്യ ഓൺലൈൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് സൗകര്യം UIDAI 2024 ജൂൺ 14 വരെ നീട്ടിയിട്ടുണ്ട്. 10 വർഷത്തിലൊരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ UIDAI നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനം നൽകുന്നതിന് 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ഈ 50 രൂപ ഫീസ് നൽകാതെ പുതുക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് തികച്ചും സൗജന്യമായി പുതുക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോരുത്തരും സ്വന്തമായി പുതുക്കുന്നതിനാണ് ഫീസ് ഇല്ലാതെ സൗജന്യമായി പുതുക്കുവാൻ സാധിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്റർ വഴിയോ പുതുക്കുകയാണെങ്കിൽ അവർക്ക് 50 രൂപ ഫീസ് നൽകേണ്ടതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല അക്ഷയ കേന്ദ്രങ്ങളും നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ച് കൈയുടെ രേഖകൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെ രേഖ, അതായത് ഐറിഷ് തുടങ്ങിയ കാര്യങ്ങൾ പുതുക്കുവാൻ പറയുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇത് പുതുക്കുന്നതിന് അല്ലെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല. അക്ഷയ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററുകളും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇക്കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട്, അതായത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതായി പലരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ വാർത്തകൾ പുറത്തു വരികയും നമ്മൾ തന്നെ പലതവണ അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർത്തയിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഇത് പങ്കുവച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി, അതായത് പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, ഇവ മാത്രം തെളിയിക്കുന്ന രേഖകൾ നൽകി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ അതുകൂടി തിരുത്തുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ നൽകിയിട്ടില്ലാത്തവർ അത് നൽകണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. യാതൊരുവിധ തെറ്റും ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ പേരും തെളിയിക്കുന്നതിനുള്ള 2 രേഖകൾ സമർപ്പിക്കുക. അതുവഴി അപ്ഡേറ്റ് ചെയ്യുക. 50 രൂപ ഫീസ് നൽകുക. ഇനി ഓൺലൈനായി സ്വന്തമായി എങ്ങനെ പുതുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുവേണ്ടി UIDAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. അതിൽ മൈ ആധാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ അതിൽ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് നിങ്ങളുടെ നിലവിലുള്ള വിശദാംശങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അതായത് ഇത് കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും, അതായത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറും നൽകേണ്ടതാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൈ ആധാറിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ നിലവിലുള്ള വിശദാംശങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അടുത്ത ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെൻറ്റുകൾ തിരഞ്ഞെടുക്കുക.
ഇത് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിൽ സൂക്ഷിച്ചിരിക്കണം. അത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതായിരിക്കും. ഈ നമ്പർ സൂക്ഷിച്ചു വെക്കുക. ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ആധാറിൻ്റെ അപ്ഡേഷനും അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയോ എന്നുള്ളതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സൗജന്യമായി പുതുക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ജൂൺ 14 വരെയാണ് ഇപ്പോൾ സമയം നൽകിയിരിക്കുന്നത്. പലതവണ സമയം നീട്ടി നൽകിയിരിക്കുന്നതാണ്. ഇനി ഒരുപക്ഷെ സമയം നീട്ടി നൽകാൻ സാധ്യതയുണ്ടായിരിക്കുന്നതല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ പുതുക്കിയില്ല എങ്കിൽ ഭാവിയിൽ ഒരു ഭയങ്കരമായ ഫൈൻ ലഭിക്കുകയും അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡ് പുതുക്കേണ്ടതായും വരികെന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. മുൻപ് പാൻ കാർഡ് പുതുക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായതാണ്. തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.